യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 21-43 ഇത് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴിയാണ്. യേശുവിൻ്റെ സമീപം തന്നോടൊപ്പം ക്രൂശിക്കപ്പെടുകയും എന്നാൽ സ്വയം അനുദപിക്കുകയും ചെയ്ത ദുഷ്പ്രവൃത്തിക്കാരനെന്ന മുദ്ര കൊത്തപ്പെട്ട ഒരു വ്യക്തിയോടുള്ള യേശുവിൻ്റെ വാക്കുകളായിരുന്നു ഇത്. ആഴമായ ദൈവകൃപയുടെയും പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും പ്രഖ്യാപനമായിരുന്നു യേശുവിൻ്റെ ഈ വാക്കുകൾ. യേശു പറുദീസ വാഗ്ദാനം ചെയ്തത് തൻ്റെ കഠിനമായ വേദനയുടെ മധ്യത്തിലായിരുന്നു. യേശുവിൻ്റെ ചുറ്റുപാടും കൂടുതലായി ഉണ്ടായിരുന്നത് തൻ്റെ ശിഷ്യന്മാരോ അനുയായികളോ ആയിരുന്നില്ല. തന്നെ നിന്ദിക്കുന്നവരും അതിക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു. തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട ഇതര വ്യക്തി പോലും യേശുവിനെ പരിഹസിക്കുന്നു. എന്നാൽ അനുതാപഹൃദയമുണ്ടായിരുന്ന തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട വ്യക്തി ഇപ്രകാരം യേശുവിനോട് അപേക്ഷിക്കുന്നു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിത്യമായ പ്രത്യാശയ്ക്ക് മുഖാന്തരമായി തീരുന്നു. യേശുവിൻ്റെ സാമീപ്യത്തിൽ തൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ സ്വയം അനുതപിക്കുന്നതിലൂടെയാണ് പറുദീസയുടെ വാഗ്ദാനം തനിക്ക് ലഭ്യമാകുന്നത്. ഈ വ്യക്തി തൻ്റെ കുറവുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അവ സമ്മതിക്കുകയും യേശുവിൻ്റെ നിർബലതയും രാജ്യത്വവും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുക മാത്രമല്ല അവൻ ചെയ്തത്, എൻ്റെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നു. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സാധ്യമാകുന്നത് നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അനുദപിക്കുകയും എളിമയോടെ ദൈവത്തെങ്കിലേക്ക് തിരികുകയും ചെയ്യുമ്പോഴാണ്. യേശു തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരൻ്റെ അപേക്ഷ കേൾക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അതിന് മറുപടി നൽകുകയും ചെയ്യുന്നു. യേശു അവനോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ഉപാധികൾ വയ്ക്കുകയോ ചെയ്യുന്നില്ല. ദൈവകൃപ വേഗത്തിലും സൗജന്യമായും ലഭിക്കുന്ന ഒന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ദൈവകൃപയ്ക്കുള്ളതായിട്ടുള്ള മുഖാന്തരം മനുഷ്യൻ്റെ സമയത്തെയോ യോഗ്യതയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അവസാന നിമിഷങ്ങളിൽ പോലും ദൈവകൃപ ലഭ്യമാണ്. അനുദപിച്ച ദുഷ്പ്രവൃത്തിക്കാരന് യേശു വ്യക്തിപരമായ ഒരു ഉറപ്പ് നൽകുന്നു: നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ക്രൂശുമരണത്തിൻ്റെ ശിക്ഷാവിധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് യേശു ഇത് പറയുന്നത്. രക്ഷയ്ക്ക് നാം ആയിരിക്കുന്ന സ്ഥലമോ സമയമോ തടസ്സമാകുകയില്ല. യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഭാഗ്യകരമായ നിമിഷങ്ങളാണ്. ജീവിതത്തെ പ്രതികൂല അവസ്ഥകളിൽ, കഷ്ടതയുടെ അവസ്ഥകളിൽ യേശു നൽകുന്ന ഈ ഉറപ്പ് വാസ്തവമായും ആശ്വാസം പകരുന്ന ഒന്നാണ്. ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. പ്രതികൂല അവസ്ഥകൾക്കും കഷ്ടതകൾക്കും അപ്പുറം ഒരു പ്രത്യാശയുണ്ടെന്ന് ഈ മൊഴി നമ്മെ ഓർപ്പിക്കുന്നു. കുരിശ് വേദനയുടെയും അനീതിയുടെയും മരണത്തിൻ്റെയും അവസ്ഥയാണ് പ്രകടമാക്കുന്നത്. ഇത്തരം പ്രതികൂല അവസ്ഥകളിൽ യേശു പറുദീസയെക്കുറിച്ച് സംസാരിക്കുന്നു. കഷ്ടത ജീവിതത്തിൻ്റെ തകർച്ചയെയും അവസാനത്തെയുമല്ല അർത്ഥമാക്കുന്നതെന്നും ദൈവമഹത്വം പ്രാപിക്കുവാനുള്ള മാർഗമാണ് എന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചോളം കഷ്ടതയ്ക്ക് പ്രതിഫലമുണ്ട്. ഇതിലൂടെ നമുക്ക് വീണ്ടെടുപ്പും നിത്യജീവനും ലഭ്യമാകുന്നു. ജീവിതത്തിലെ തകർച്ചയുടെയും പ്രതികൂലത്തിൻ്റെയും അവസ്ഥകളിൽ ദൈവകൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ശരിയായ വിശ്വാസത്തോടും ആത്മാർത്ഥമായ ഹൃദയത്തോടും കൂടെ ക്രിസ്തുവിലേക്ക് തിരിയണം. ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭ്യമാക്കുന്നതോടൊപ്പം നിത്യജീവന് അവകാശികളുമായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.